ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ ഉഴമലക്കൽ ദേവീക്ഷേത്രത്തിലെ 7 ദിവസത്തെ ഉത്സവം കഴിഞ്ഞുള്ള ഘോഷയാത്രയാണ്. ഞങ്ങളുടെ വീടിനടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര തുടങ്ങുന്നത്. ഞങ്ങൾ എത്തിയപ്പോൾ ചെണ്ടമേളവും ചേച്ചിമാരുടെ ഡാൻസും ഒക്കെ തുടങ്ങിയായിരുന്നേ. ദേവിമാർക്ക് സഹോദര തുല്യനാണ് അയ്യപ്പൻ. അപ്പൊ ദേവി ഇവിടുന്ന് അയ്യപ്പന്റെ അനുവാദം വാങ്ങി കുത്തിയോട്ടക്കാരുമായി തിരിച്ച് അമ്പലത്തിലേക്ക് പോകുന്നതാണ് ഇതിന്റെ ഒരു കഥ. എനിക്ക് കൃത്യമായി പറഞ്ഞു തരാൻ അറിയില്ല, അമ്മമ്മ പറഞ്ഞു തന്നിട്ടുള്ള അറിവാണ്. 2-3 വർഷം മുന്നേ വരെയും ആനപ്പുറത്തായിരുന്നു ദേവിയെ എഴുന്നള്ളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച തേരിലാണ് ദേവിയെ എഴുന്നള്ളിക്കുന്നത്. ക്ഷേത്രം എത്തുന്നവരെ പുഷ്പാഭിഷേകമൊക്കെ ചെയ്താണ് കൊണ്ടുപോവുക. തേരിന് പിന്നാലെ കുത്തിയോട്ടം, താലപ്പൊലി, ചെണ്ടമേളം, ബാക്കിയുള്ള വരവുകളും പോവും. ദാ ആനയും ഉണ്ടായിരുന്നു, ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ്. എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് അഗോരി ഡാൻസ് ആയിരുന്നു. ആ മ്യൂസിക് ഒക്കെ ആയിട്ട് നേരി കാണാൻ ഒരു പ്രത്യേക വൈബായി. അതിനിടയിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്നെ ഒന്ന് പേടിപ്പിച്ചായിരുന്നേ. അതിനുശേഷമുള്ള വീഡിയോസ് ഒക്കെ പിന്നെ പൊന്നു എടുത്തു തന്നു. നൈഗു എൻ്റെ ഒപ്പം ഇല്ലായിരുന്നു, അമ്മയുടെ ഒപ്പമായിരുന്നു. അമ്മ കുറച്ച് മാറിയിട്ട് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു വീട്ടിൽ നിന്ന് ഇതെല്ലാം കാണുമായിരുന്നു. ഇതിനിടയിൽ എനിക്ക് കോൾ വന്നു, നൈഗു നല്ല കരച്ചിലാണ്. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോയി അവന്റെ കരച്ചിലൊക്കെ മാറ്റി ഫീഡ് ചെയ്ത് തിരിച്ചിങ്ങോട്ടേക്ക് എന്നെ കൊണ്ടുവന്നു. അപ്പോൾ ആ ടൈമിലെ വരവിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ മിസ്സിംഗ് ആണ്. ഇനിയും ഒരുപാടുണ്ടായിരുന്നു. കുറേയൊന്നും ലൈറ്റിന്റെ പ്രശ്നം കാരണം എടുക്കാൻ പറ്റിയില്ല. ഡാൻസ്, ഡ്രാമ ഷോ, അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. ഒരു 8-8:15 ആയപ്പോൾ തുടങ്ങിയ ഘോഷയാത്ര 10 മണിയായി കഴിയാൻ. പുറമേയുള്ള അലങ്കാരത്തെക്കാൾ ഭംഗി ക്ഷേത്രത്തിന്റെ ഉള്ളിലത്തെ അലങ്കാരമാണ്. ഒത്തിരി ഫ്ലവേഴ്സ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടാവും. അങ്ങനെ അതും കഴിഞ്ഞു.